ഭീകരവാദികളെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന നാടാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് അസീം മുനീർ ഉൾപ്പെടെയുള്ളവർ അന്ത്യശാസനം കൊടുത്തിരിക്കണം. ഇപ്പോൾ ലേറ്റസ്റ്റ് നീക്കം എന്താണ്? ലഷ്കർ-ഇ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ് ഒക്കെ പലയിടത്തും പേര് മാറ്റിയിട്ടാണെങ്കിൽ പോലും അവർ പോയി അഫ്ഗാനിസ്ഥാനിലെ താവളം തേടുന്നു. അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഈ ഭീകരവാദികളൊക്കെ അഫ്ഗാനിസ്ഥാനിലേക്ക് മറിച്ചു പോകുന്നു. പണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടെ താലിബാൻ മാത്രം ഉണ്ടായൊരു കാലത്ത് ബാക്കി എല്ലാവരും അവിടുന്ന് പിന്മാറിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്മാറാൻ കാരണമായത് അമേരിക്കയുടെ സാന്നിധ്യവും അമേരിക്ക നടത്തിയ വലിയ ആക്രമണവുമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാനെ അവരുടെ വിധിക്ക് വിട്ട് അവരുടെ ജനവിധിക്ക് വിട്ടിട്ട് ആണ് പാകിസ്ഥാൻ പട്ടാളം തിരിച്ചു പോയത്. പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പഴയ ക്യാമ്പാണിത്. ഏതാണ്? അമേരിക്കൻ പട്ടാളത്തിൻ്റെ പഴയ ക്യാമ്പാണ് ഈ ബഗ്രാം എയർ ബേസ്. ബഗ്രാം എയർ ബേസ് ഒക്കെ കൊടുത്ത് ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം അവരുടെ ദൗത്യം പൂർത്തിയാക്കിയാ പോകുന്നത്. എന്തായിരുന്നു? 2 ദൗത്യം. ഒന്നാമത്തെ ദൗത്യം അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ ഉപയോഗിച്ചിട്ട് ആദ്യം ചെയ്തത് അവിടുത്തെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു. ഡോക്ടർ നജീബുള്ളയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു. 2, അത് കഴിഞ്ഞ അടുത്ത ദൗത്യം അഫ്ഗാനിസ്ഥാൻ താലിബാനെ തന്നെ ഉപയോഗിച്ചിട്ട് സോവിയറ്റ് യൂണിയനെ അട്ടിമറിക്കുന്നതിൽ പങ്കുവച്ചു. 2ഉം നേടിക്കഴിഞ്ഞപ്പോഴാണ് ഇതേ താലിബാൻ വന്ന് അമേരിക്കക്കിട്ടടിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.